നന്നായിരിക്കും. എന്താ എല്ലാവരും പറയുന്ന ഒരു പ്രിയദർശന്റെ പണ്ടത്തെ സിനിമ കണ്ട പോലെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഓരോരുത്തരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. ആരും ഇതിനകത്ത് മോശമെന്ന് പറയാനില്ല. എല്ലാം നന്നായിട്ട്. പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ല. എനിക്ക് ന്യൂ ജനറേഷൻ ഒത്തിരി ഇഷ്ടമാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓഡിയൻസ് പടം ഏറ്റെടുക്കുന്നതാണ് അവസാന റിസൾട്ട്. സോ നമ്മളിപ്പോൾ ഈ പടത്തെപ്പറ്റി കോളേജസിലും ഇൻ്റർവ്യൂസിലും ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഇതൊക്കെ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. സോ നോർമൽ ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനം, സന്തോഷം, ചിരിയോടുകൂടി സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നൊരു പടമായി സാഹസം മാറുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നല്ല റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നോർമൽ ഓഡിയൻസിൻ്റെ ഇനിയും അറിയണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം, അത് റെസ്പെക്ട് ചെയ്യണം. എല്ലാവരും റൊമാൻസിനപ്പുറം ഭയങ്കര ഫൈറ്റും ആസ്വദിച്ചു റംസാന്റെ. അങ്ങനെ പ്രിയദർശൻ സാറിന്റെ സിനിമ അങ്ങനെയൊക്കെ തോന്നി നായകനെ പോലെ. താങ്ക് യു. അല്ലാതെ ഇത് ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവരുടെയും എഫോർട്ടുള്ളൊരു പടമാണ്. ഒരിക്കലും നായകൻ്റെ കഥയോ അല്ലെങ്കിൽ നായികയുടെ കഥയായിട്ടുള്ളൊരു പടമല്ല. ഇതിൽ ബാബു ചേട്ടനും നരേൻ ചേട്ടനും എനിക്കും എൻ്റെ കൂടെ പെർഫോം ചെയ്ത ഹരി, കാർത്തി എല്ലാവരുടെയും കഥയാണ്. എല്ലാവർക്കും പറയാൻ കഥകളുണ്ട്. സോ അതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ പടം പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു. ബിബിൻ അശോകൻ ചേട്ടൻ നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും പില്ലറാണ്. കാരണം ചേട്ടൻ അത്രയും എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ഓണം മൂടായാലും അപ്പോൾ തൊട്ട് ചേട്ടൻ നമുക്ക് തന്ന റിസൾട്ട് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇത് ഓഡിയൻസിലേക്ക് എത്താനുള്ള മ്യൂസിക്സാണ് ബിബിൻ ചേട്ടൻ തന്നുകൊണ്ടിരുന്നത്. മച്ച് റെസ്പെക്ട് ടു ഹിം ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പടത്തിന് പുള്ളിയുടെ കൂടി പടമാണ്, എന്നാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഷോ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനുള്ളൊരു ദിവസമായിരുന്നു എല്ലാവർക്കും, റംസാനും എനിക്കും ഡയറക്ടറിനും മൊത്തം ടീമിനും. പക്ഷെ ഓഡിയൻസ് കൈയടിച്ചപ്പോഴും ചിരിച്ചപ്പോഴും ഞങ്ങളുടെ ആക്ഷനും റൊമാൻസും എല്ലാം അവർ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആണ് ഞങ്ങൾക്ക് ആശ്വാസമായത്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി വീക്കെൻഡ്, ഇന്ന് ഫ്രൈഡേ, അപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ഉള്ള തിയേറ്ററിൽ ഓഡിയൻസ് എത്തുന്ന പോലെ ഇരിക്കും ഞങ്ങളുടെ വിജയം. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു നല്ല ഔട്ട്പുട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഓക്കെ പടം കൊള്ളാം എന്ന് ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. സോ ഇനി ബാക്കി ഓഡിയൻസ് തീരുമാനിക്കട്ടെ. ഇന്നലെ ഒരു ഷോ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ കാസ്റ്റ് ആൻഡ് ക്രൂ മാത്രമായിട്ടാണ് കണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ ഉള്ളതുകൊണ്ട് ഓരോ കുറവുകളും അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ കണ്ടത്. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ആയിരുന്നു, അവരുടെ എനർജി ആയിരുന്നു ഞങ്ങളുടെ ഒരു സ്പിരിറ്റിന് ഇത് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ശരി, താങ്ക് യു. ആയിരുന്നില്ലേ അത്യാവശ്യം ശബരി ചേട്ടൻ, ഹരി, അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല നല്ല സാധനമായിരുന്നു. അപ്പോൾ എല്ലാവരും പടം കാണണം. പൂക്കട്ടെ. ടച്ച്. താങ്ക് യു. സന്തോഷടാ, സന്തോഷം. നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ആദ്യത്തെ 1-2 സിനിമകളല്ലേ. അപ്പോൾ അതിന് ഒരു റെസ്പോൺസ് കിട്ടുമ്പം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇത് സത്യമാണെന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറയട്ടെ, സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പറയട്ടെ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട സിനിമയാണത്. എനിക്ക് 3.5 വർഷമായിട്ട് ഇതിൻ്റെ ഡയറക്ടർ ബിബിൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഞാൻ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇതൊരു പ്രേക്ഷകരിലേക്ക് എത്തി അവരുടെ റെസ്പോൺസ് കേൾക്കുന്നതാണ് ഇപ്പം എൻ്റെ കിക്ക്. അത് കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അവരോട് ഞാൻ പറഞ്ഞു. സന്തോഷം, എല്ലാവരുടെ അടുത്ത് പറഞ്ഞ സന്തോഷം, എല്ലാവരുടെയും ചിരിയും എന്താ പറയുക ഹാപ്പിയാണ് എന്നുള്ളത് അറിയുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെയല്ല അതെ കയ്യടി വരുന്നുണ്ട്. മീൻ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ചിരികൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ലൗഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വർക്കൗട്ടായി എന്നുള്ളത് തന്നെ വിശ്വസിക്കണം. ഇനി പക്ഷേ കൂടുതൽ പേരിൽ കാണണം. ഇതിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി കൂടുതൽ പേരിൽ കണ്ടിട്ടുള്ള അഭിപ്രായം അറിയാൻ വെയിറ്റിംഗ് ആണ്. എൻ്റെ സീൻ ആക്ച്വലി കുറച്ച് സീൻസേ ഉള്ളൂ പ്രിയ എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അത് മോശമില്ലാണ്ട് നീറ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ബാക്കി എല്ലാവരുടെ പെർഫോമൻസുകളും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട നരേൻ ചേട്ടൻ്റെ പെർഫോമൻസ്, ശബരി ചേട്ടൻ, ജീവ, റംസാൻ, ഗൗരി, എല്ലാവരും ഓരോരോ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കണക്ഷൻ ആവും എന്ന് വിചാരിക്കുന്നു. ഇനി സാഹസ മൂഡാണ്. ഇനി എല്ലാവർക്കും ആ ഒരു മൂഡ് കിട്ടട്ടെ, അല്ലെങ്കിൽ ആ വൈബ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോൾ കംബാക്ക് ആണല്ലോ എന്ന് തലവൻ ചെയ്ത് അപ്പോഴും കംബാക്ക് ആണെന്ന് പറഞ്ഞപ്പം എനിക്കൊന്നൊരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് എല്ലാ സിനിമയും കഴിയുമ്പോൾ ഇത് കംബാക്ക് ചെയ്യാൻ ഐ ഹാവൻ ഗോൺ ബാക്ക്. അതുകൊണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട്. കംബാക്കൊന്നും അല്ല ഇത്. കംബാക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു കൊല്ലം മുമ്പ് ഒരു സിനിമ ചെയ്തല്ലോ. അങ്ങനെ
എങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ റെസ്പോൺസ് ചെയ്യുന്നത്? കാരണം തിയേറ്ററിലാണെങ്കിലും പ്രേക്ഷകർ വളരെ ആഘോഷമാക്കിയായിരുന്നു. അതെ 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 എങ്ങനെയുണ്ട് അത് കേട്ട്? എപ്പോഴും ഞങ്ങൾ ആർട്ടിസ്റ്റ് എല്ലാവരും കൂടി ഇരുന്ന് ഈ മൂവി കണ്ടായിരുന്നു ഇതിനു മുമ്പ്. പക്ഷേ എങ്കിലും ഓഡിയൻസിൻ്റെ